നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇത്തവണ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. മീനച്ചൂടിനെ വെല്ലുന്ന ഒരു പ്രചാരണ ചൂടിൽ തന്നെയാണ് ഇത്തവണ തൃശ്ശൂർ. വനിതയുടെ രോഷാകുലനായി പെരുമാറിയത് ഉൾപ്പെടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെയുള്ളത് 4 കേസുകൾ. സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിലെ വരണാധികാരിയായ കളക്ടർ വി.ആർ. കൃഷ്ണ തേജ മുമ്പാകെ ഇന്നലെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകൾക്കൊപ്പമാണ് ഈ വിവരമുള്ളത്. ഗതാഗതം തടസ്സപ്പെടുത്തി ഒത്തുചേർന്നതിന് തൃശ്ശൂർ ഈസ്റ്റ് സ്റ്റേഷനിലാണ് 3ാമത്തെ കേസ്. നികുതി വെട്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തതിനും വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും CBCIDയിലുമാണ് മറ്റു 2 കേസുകളുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ നെട്ടിശ്ശേരി മഹാദേവ ടെമ്പിൾ റോഡ് ഭാരത് ഹെറിറ്റേജ് എന്ന വിലാസത്തിലാണ് 65കാരനായ സുരേഷ് ഗോപിക്ക് വേണ്ടി പത്രിക നൽകിയത്. 2023-24 ആദായ നികുതി അടച്ച കണക്ക് പ്രകാരം സുരേഷ് ഗോപിക്ക് 4,61,68,960 രൂപയ്ക്കും ഭാര്യയ്ക്ക് 4,13,580 രൂപയും മകൾ ഭാവനിക്ക് 11,17,170 രൂപയുമാണ് വരുമാനമുള്ളത്. സുരേഷ് ഗോപി സിനിമാ നടനും ഭാര്യ പിന്നണി ഗായികയുമാണെന്നും വിവരണത്തിലുണ്ട്. സുരേഷ് ഗോപിയുടെ കൈവശം പണമായി 44,000 രൂപയും വിവിധ നിക്ഷേപ പദ്ധതികളിൽ 68 ലക്ഷത്തിലധികം രൂപയും 1025 ഗ്രാം സ്വർണവുമുണ്ട്. ഇതിന് മൊത്തം മൂല്യം 4.75 കോടി രൂപ വരും. ആകെ 8 കോടി രൂപ മൂല്യമുള്ള സ്ഥാവര ആസ്തിയുമുണ്ട്. 61 ലക്ഷം രൂപയാണ് ബാധ്യത. 2 കാരവാനും ഓടി കാറും ട്രാക്കറും ഉൾപ്പെടെ 8 വാഹനങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ 82.4 ഏക്കറും സൈസ്താപേട്ടിൽ 40 സെന്റ് കൃഷിഭൂമിയുമുണ്ട്. ഭാര്യയ്ക്ക് തിരുനെൽവേലി, ദേവികുളം, ആലുവ എന്നിവിടങ്ങളിൽ കൃഷിഭൂമിയുണ്ട്. കൈവശം 32,000 രൂപയും 1050 ഗ്രാം സ്വർണവുമാണുള്ളത്. ഭാര്യയുടെ പേരിലും കാരവാനുണ്ട്. അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടി മതവിശ്വാസത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ LDFന്റെ പരാതി. ഹിന്ദുമത വിശ്വാസികളുടെ ആരാധന ദൈവമായ ശ്രീരാമന്റെ പേര് പറഞ്ഞ് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിക്ക് വോട്ട് അഭ്യർത്ഥിച്ചെന്നാണ് പരാതി. മാർച്ച് 30-ന് ഇരിങ്ങാലിക്കുട ഡാണ പൂതക്കുളം മൈതാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിലായിരുന്നു വോട്ട് അഭ്യർത്ഥന. പ്രസംഗം BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ലൈവായിരുന്നു. ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നാണ് അബ്ദുള്ളക്കുട്ടി പറഞ്ഞത്. LDF തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്.